ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നോക്കണ്ട, ഇന്ന് അമ്മയില്ല കേട്ടോ. ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത് കേട്ടോ. ഞാനാണെങ്കിൽ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. അമ്മയാണെങ്കിൽ ഞാൻ എഴുന്നേക്കുന്നത് നോക്കി നിൽക്കുക. ഒന്ന് കരഞ്ഞൊക്കെ നോക്കാം. എവിടെ രക്ഷയില്ല. പയ്യെ എഴുന്നേറ്റ് ഇങ്ങ് പോരാം. അതേ ഇപ്പം നിവൃത്തിയുള്ളൂ. നോക്കി നിൽക്കുന്ന കണ്ടാൽ തോന്നും എന്തോ കാര്യമായിട്ട് തരാനാണ്. ഇന്ന് അമ്മ എന്നെ വെച്ച് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ചു നേരം മിണ്ടാതെ നിന്ന് പോവുമായിരിക്കും. എവിടെ പോകുന്ന ലക്ഷണമൊന്നുമില്ല. എന്നാൽ പിന്നെ എഴുന്നേറ്റ് പോയേക്കാം. എന്താ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ അറിയാലോ. പോയി കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കും. ഞാൻ അങ്ങനെ നിന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചപ്പോഴത്തേനും അമ്മ എൻ്റെ അടുത്ത് പെരയ്ക്കകത്ത് കയറ്റി കേട്ടോ. കൊതുക് കടിക്കാൻ പോലും. പിന്നെ വന്നപ്പോൾ അമ്മ വെള്ളവും ബിസ്ക്കറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇരുന്നും കിടന്നും മറിഞ്ഞും ഒക്കെ ഒരു തരത്തിൽ അതങ്ങ് കഴിച്ചു. രാവിലെ എന്തോ കാര്യമായി കിട്ടുമെന്ന് വിചാരിച്ചതാ. ആകെ 2 ഉണക്ക ബിസ്ക്കറ്റാണ് കൊണ്ടു തന്നത്. അമ്മയാണ് പോലും അമ്മ. കിട്ടിയ ബിസ്ക്കറ്റ് പകുതിയും കഴിച്ച് പയ്യെ ഇറങ്ങി പോവാന്ന് വെച്ചാൽ നടക്കൂല. അമ്മ ദാ നോക്കി നിൽക്കുക, കളയുന്നുണ്ടോയെന്ന് നോക്കി. എന്താ ചെയ്യുക, അമ്മമാരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ പിന്നെ എന്താക്കും പിള്ളേർ. പുറത്തിറങ്ങാൻ എന്താ മാർഗം എന്ന് അന്വേഷിച്ചിരുന്നപ്പോഴാണ് ചാച്ച വന്നത്. അപ്പോൾ പിന്നെ രക്ഷപ്പെട്ടു. ചാച്ച അമ്മ കുറച്ച് നേരം പുറത്തും കൊണ്ടുപോകും. ബാക്കി വന്ന ബിസ്ക്കറ്റ് ചാച്ചയെ കൊണ്ട് പാവം ചാച്ച ഞാൻ കൊടുത്തതെല്ലാം കഴിച്ചെന്നെ സഹായിച്ചു. രാവിലെ ബിസ്ക്കറ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞ് എന്നാൽ പിന്നെ കുറച്ച് നേരം കളിക്കാമെന്ന് വിചാരിച്ച് ഓരോ ടോയ്സൊക്കെ ഞാൻ ചാച്ചയ്ക്ക് കൊണ്ട് കൊടുത്തു കേട്ടോ. ചാച്ചയാണ് എല്ലാ ദിവസവും എൻ്റെ കൂടെ രാവിലെ ഇരുന്ന് കളിക്കാറ്. കളി ഒന്ന് രസിച്ച് വരുമ്പോഴത്തേന് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചു എന്ന് പറഞ്ഞ് വിളിക്കും. ചാച്ചയ്ക്ക് പോകാൻ സമയമായേ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, കൂടെ പോയിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ചെന്നപ്പോഴാണെങ്കിൽ പപ്പ ഉണ്ടായിരുന്നു കേട്ടോ. പപ്പയുടെ കൂടെ അങ്ങ് കൂടി. പപ്പ ഓരോ അപ്പക്കഷ്ണം വായിലേക്ക് വെച്ച് തന്നു കേട്ടോ. പക്ഷെ കറി കൂട്ടി കഴിച്ചപ്പോൾ എന്തോ എനിക്കിഷ്ടപ്പെട്ടില്ല. ഇതിപ്പോൾ എന്ത് കറിയാണാവോ, എന്താണേലും എനിക്കിഷ്ടപ്പെട്ടില്ല. സംഭവം എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പപ്പയ്ക്ക് മനസ്സിലായില്ല എന്ന് തോന്നും. നൈസായിട്ട് അങ്ങ് തുപ്പി കൊടുത്തേക്കാം. അതാകുമ്പോൾ പപ്പയ്ക്ക് കാര്യം മനസ്സിലാവും. കൊള്ളാം, ഐഡിയ വർക്കൗട്ടായി. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതല്ലേ, ഇനി പോയി കുറച്ച് നേരം കിടന്നുറങ്ങാം. രാവിലെ നേരത്തെ എഴുന്നേറ്റതല്ലേ, ഇനി ഒരുപാട് പരിപാടികളുണ്ട് എഴുന്നേറ്റിട്ട്. അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ കുളിക്കാൻ കൊണ്ടുപോയി കേട്ടോ. രാവിലെ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ നല്ല ചൂട് കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കഞ്ഞി കുടിക്കലൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് പോയിട്ടോ. അമ്മച്ചിയും അമ്മയൊക്കെ എന്താ കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയണമല്ലോ. കഞ്ഞിയും കറിയും വെക്കുക എന്നൊക്കെയാണ് പറയുന്നത്. ആർക്കറിയാം. എന്തായാലും ഒന്ന് പോയി നോക്കിയേക്കാം. ചെന്ന പാടെ ഒരു പാത്രം ഇതുപോലൊരു സാധനം തന്ന് നൈസായിട്ട് എന്നെ അവിടെ ഇരുത്തിയിട്ടോ അവർ. എന്നെക്കൊണ്ട് അടുക്കളയിൽ ഒരു പരിപാടി നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അമ്മ നൈസായിട്ട് എന്നെ റൂമിൽ കൊണ്ടുവന്നു. പിന്നെ ഞാൻ അമ്മയോട് അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് കളിച്ചു കേട്ടോ. ഒളിച്ചേക്കണ്ടെയാണ് മെയിൻ കളി. ഈ കളി ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും പിള്ളേരുണ്ടോ അല്ലേ. അപ്പോൾ ഈ കളി മടുത്ത് കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ട് പയ്യെ അമ്മ മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. മുറ്റത്താകുമ്പോൾ എനിക്ക് കുറച്ച് നേരം ഓടി നടക്കാമല്ലോ. മഴയില്ലാത്തതുകൊണ്ട് നല്ല സുഖം. പക്ഷെ നല്ല കൊതുകുണ്ട് കേട്ടോ. എന്തായാലും കിട്ടിയ സമയത്ത് ഞാൻ കുറച്ച് നേരം അതിൽ കളിച്ച് കിടന്നു കേട്ടോ. കളിയൊക്കെ കഴിഞ്ഞ് കയറി വന്നു കഴിഞ്ഞപ്പോൾ അമ്മ നല്ല മാങ്ങാപ്പഴം ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് കഴിച്ചു. എനിക്ക് മാങ്ങാപ്പഴം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ടായ മാങ്ങാപ്പഴമാണ്. നല്ല മധുരമാണ്. മാങ്ങാപ്പഴത്തീറ്റൊന്നും കഴിഞ്ഞിട്ട് ഞാൻ നേരെ പിന്നെയും പുറത്ത് ചാടിയിട്ടു. അവിടെ അമ്മച്ചി മാങ്ങ പറിക്കുന്നുണ്ടായിരുന്നു. നല്ല പച്ച മാങ്ങ എടുത്ത് കൈ പിടിക്കാൻ ഞാൻ കുറേ ശ്രമിച്ച് നോക്കി. പക്ഷെ നടന്നില്ല കേട്ടോ. കൈ പിടിച്ചു കഴിഞ്ഞാലും പിന്നെയും ചാടി പോവുക. ഇതിപ്പോൾ എന്താ സംഭവം. പിന്നെ എനിക്ക് മനസ്സിലായത് എൻ്റെ കൈ കുഞ്ഞു കൈയല്ലേ, അതാണ് സംഭവം ചാടിപ്പോകുന്നത്. ഞാൻ എന്താ നോക്കി നിൽക്കുന്നതെന്നല്ല നിങ്ങൾ വിചാരിക്കുന്നത്. ഈ ഒരു ബട്ടർഫ്ലൈനെ നിങ്ങൾ കാണുന്നുണ്ടോ, അതിൻ്റെ പുറകെ ആയിട്ടോ ഞാൻ കുറച്ച് നേരമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ പിടിക്കാൻ കിട്ടുന്നില്ല. ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേന് അത് പാറി പോവുകയാണ് കേട്ടോ. കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷെ എന്താണോ പിടുത്തം തരുന്നില്ല. ഒന്നുമില്ലെങ്കിലും ഞാനൊരു കുട്ടിയല്ലേ, അതെങ്കിലും ഈ ബട്ടർഫ്ലൈ ഓർക്കണ്ടേ. എവിടെന്ന് ഒരു മര്യാദയില്ലാത്ത ബട്ടർഫ്ലൈയുടെ ഭംഗിയും കണ്ട് ഓർക്കാപ്പൊക്കത്ത് നോക്കി നിന്നപ്പോൾ മഴ വന്നു. എന്തായാലേ പറഞ്ഞതിന് മുമ്പാണ് മഴ വരുന്നത്. അപ്പോഴത്തേനും ഉച്ചയ്ക്കത്തെ ചോറുണ്ടാൻ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ നല്ല പപ്പടം കൂട്ടി ചോറെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ശകലം കഴിച്ചു കേട്ടോ. ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞ് ഞാൻ സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങി കേട്ടോ. ഉറക്കമൊക്കെ കഴിഞ്ഞ പാടത്തിന് ഞാൻ ചാടി പുറത്തിറങ്ങി കേട്ടോ. എന്നെ നോക്കാൻ അമ്മേ. എന്താണെന്നറിയില്ല, പുറത്തിറങ്ങുമ്പോൾ എനിക്കൊരു മനസ്സുക. ഇങ്ങനെ നടക്കാൻ എന്താ രസമല്ലേ. പെരക്കാത്തിരുന്ന ഈ രസമൊന്നും കിട്ടൂലേ ടോയ്സ് വെച്ച് കളിച്ചാലേ. പുറത്തിറങ്ങിയ പാടത്തന്നെ ഒരു പഴുത്ത കോവയ്ക്ക എൻ്റെ കൈ കിട്ടിയിട്ടോ. അത് വായി വെക്കാൻ നോക്കിയതും അമ്മ കണ്ടുപിടിച്ചു. ഈ അമ്മയുടെ ഒരു കാര്യം, എന്ത് വായിടാന്ന് വിചാരിച്ചാലും അപ്പം കണ്ടുപിടിക്കും. പുറകെ ഇങ്ങനെ നടക്കാൻ ഈ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ പോലും എന്നെ ഈ പുറകെ നടക്കാന്നല്ലാണ്ട്. ഓടി രക്ഷപ്പെടാന്ന് വെച്ചാലോ പുറകെ ഓടി വരും. അമ്മച്ചോട് പറഞ്ഞു കൊടുക്കണം ഈ അമ്മയ്ക്ക് വല്ല പണിയും കൊടുക്കാൻ. അപ്പം പിന്നെ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കില്ലല്ലോ.
എല്ലാ കാര്യത്തിനും എൻ്റെ കൈ എത്രയെന്ന് വെച്ചാൽ എന്താ ചെയ്യുക? കണ്ടോ, നാടാനുള്ള ഇഞ്ചിയും മഞ്ഞളൊക്കെ ഈ സൈഡിൽ കൂട്ടിയിരിക്കുന്നത്. ഇവിടെയുള്ളവർക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ടോ? ഇനി ഞാൻ ഇതെടുത്ത് പറക്കി കളയണം, വായിലിടണം, അപ്പോഴേ ഇവർക്ക് ഓർമ്മ വരുള്ളൂ ഇത് നടന്ന കാര്യം. കണ്ടോ, ഇതാ പറയുന്നത്, എൻ്റെ കൈ എത്തിയില്ലെങ്കിൽ ഒന്നും നടക്കൂലെന്ന്. എന്നാൽ പുറത്തിറങ്ങിച്ചിട്ട് ഉത്തരവാദിത്വം കാണിക്കാമെന്ന് വിചാരിച്ചാലോ, വൈകുന്നേരമായ കൊതുകും സമ്മതിക്കില്ല, അമ്മയെ സമ്മതിക്കില്ല. എന്താ ഒരു കടി! നല്ല ഓട്ടം ഞാൻ ഓടുന്നുണ്ട്, എന്നിട്ടും കൊതുക് എന്നെ വിടുന്നില്ല കേട്ടോ. ഇത്തിരി ഇല്ലാത്ത എൻ്റെ അടുത്ത് നിന്ന് ഇത്രയും ചോര ഊറ്റി കുടിക്കാൻ ഇവർക്കൊരു നാണമില്ലേ പോലും. ഇത് കണ്ടോ, സമയത്ത് കോവയ്ക്ക് പറിക്കാത്തതുകൊണ്ട് എല്ലാം പഴുത്ത് താഴെ. ഇതിപ്പോൾ പറിക്കാത്തതല്ല കുറ്റം, ഞാൻ പറക്കി വായിലിടുന്നതാ. ഇവരിത് സമയത്ത് പറിക്കാത്തതുകൊണ്ടല്ലേ ഞാനിത് പറക്കി വായിലിടുന്നത്. അത് പറഞ്ഞ ഒട്ട് ഇവർക്ക് മനസ്സിലാവുകയില്ല. അങ്ങനെ വൈകുന്നേരത്തെ കറക്കൊക്കെ കഴിഞ്ഞ് വേഗം അടുക്കളയിൽ ചെന്ന സമയത്ത് അമ്മ ഇതാ ചായയും റസ്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ചായയും റസ്ക്കും കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു കഷ്ണം റസ്ക് ഇച്ചിരി ചായയും ഞാനേ ഒന്ന് കുടിച്ചു കേട്ടോ. ഇത് കണ്ടോ, ഒറ്റയ്ക്കൊരു കഷ്ണം റസ്ക് കഴിക്കാമെന്ന് വിചാരിച്ചാലോ അതിനും സമ്മതിക്കൂല. അപ്പം തന്നെ അമ്മച്ചി വായിൽ വെക്കും. ഇതായി അമ്മച്ചിയുടെ ഒരു കുഴപ്പം. ഒരു കഷ്ണം റസ്ക് എങ്കിലും സമാധാനത്തോടെ കഴിക്കാൻ സമ്മതിക്കണ്ടേ, അപ്പോഴേക്കും എന്നെ തീറ്റിക്കുക. എനിക്കും വേണ്ട ഒരു സ്വാതന്ത്ര്യം. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, എനിക്ക് സ്വന്തം തിന്നാൻ അറിയാമെന്ന് ഇവരൊന്നും അറിയട്ടെ, ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ നല്ല ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ടോയ്സൊക്കെ ആയിട്ട് കളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.